കുറേ പേര് ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് അയച്ചു തരുന്ന വീഡിയോ ആണ്. ബിഗ് ബോസിന്റെ പ്രീവിയസ് കണ്ടസ്റ്റൻസ് അഖിൽ മാരാർ, നമ്മുടെ ഡേഞ്ചർ നമ്മുടെ റിയാസിന്റെ ഒരു സ്റ്റോറി, പിന്നെ കുറെ കമന്റുകൾ, അതായത് പ്രീവിയസ് സീസണിലെ കണ്ടസ്റ്റൻസിന്റെ കമന്റുകൾ. അതായത് ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുറത്തെന്താണെങ്കിലും ആ ഒരു അടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അടി ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ സീസൺ തുടങ്ങുന്നതിന് മുമ്പ്, ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സീസണിലുള്ള ആളുകൾ ഒരു കുറച്ചൊരു ഒരു ഹൈപ്പിന്, അതായത് അവർക്ക് അതാണല്ലോ റൈറ്റ് ടൈം, കാരണം അവരുടെ സീസൺ കഴിഞ്ഞു. അതെ, ഞങ്ങളെ സീസൺ കഴിഞ്ഞു. അപ്പൊ എന്നാ എന്ത് ചെയ്യാ, അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊക്കെ ഒന്ന് ഓർമ്മിച്ചോളൂ എന്നുള്ള രീതിക്ക് ആയിരിക്കാം. അപ്പോൾ സംഗതികളുടെ തുടക്കം നമ്മളെ ഡേഞ്ചർ ഫിറോസ്ക മൂപ്പർ എന്ത് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊരു റീലിട്ടു. ഈ അടുത്ത വരുന്ന സീസണിന്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ഒരു റീലിട്ടു. ആ റീലില് അങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ സീസണിലെ ആളുകളുടെ കുറച്ച് എന്താ പറയാ TRP കുറവും അല്ലെങ്കിൽ പോരായ്മകളും ഒക്കെ കാരണം ഷോന്റെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് മൂപ്പരൊരു അതെ അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പരൊരു സാധനം ഇട്ടു. അപ്പൊ അത് ഇട്ടതിന് ഏറ്റുപിടിച്ചിട്ട് നമ്മുടെ അഖിൽ മാരാർ വന്നിട്ട് തിരിച്ചൊരു റിപ്ലൈ കൊടുക്കും. ഞാനിതിൽ അഖിൽ മാരാർ റിപ്ലൈ വെക്കുന്നില്ല, നമ്മളെ ഡേഞ്ചർ ഫിറോസ്ഖാന്റെ വീഡിയോയും വെക്കുന്നില്ല. കാരണം അവര് പറയുന്നത് എന്താന്നുള്ളതൊക്കെ ഇപ്പോൾ ബിഗ് ബോസിന്റെ വ്യൂവേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഡേഞ്ചർ ഫിറോസ് അങ്ങേര് വന്നിട്ട് പറയുന്നത് പ്രീവിയസ് സീസണിലെ കണ്ടസ്റ്റൻസ് ഒക്കെ ഒട്ടുമിക്ക എല്ലാവരും തമ്മിൽ കണ്ട് സെറ്റായി അങ്ങനെ പോയവരാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഷോ ഒരു രസമുണ്ടായിരുന്നില്ല. അത് പറഞ്ഞ് അതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ നോക്കുമ്പോ ഷിജു ചേട്ടൻ അങ്ങേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ സെറീന, വിഷ്ണു ജോഷി, അങ്ങനെ അവരൊക്കെ വന്നിട്ട് മറ്റേ അത് അഖിലിന്റെ പോസ്റ്റിന്റെ അടിയിലുണ്ട്. അഖിൽ മാരാർ പോസ്റ്റിന് സപ്പോർട്ട് ചെയ്തിട്ട് അഖിൽ മാരാർ ഇതിന്റെ പോസ്റ്റിന്റെ അടിയിലുണ്ട്. ഇതിന്റെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമില് ഫിറോസ് ഭായി ഇട്ട വീഡിയോന്റെ അടിയിൽ ആര് കമന്റ് ഇട്ടിട്ടുണ്ട്? ഷിജു ചേട്ടൻ കമന്റ് ഇട്ടുണ്ട്. ഞാൻ ഷിജു ചേട്ടൻ കമന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടി തമ്മിലൊരു കമന്റടി വീഡിയോയുടെ പരിപാടികൾ ഇങ്ങനെ നടന്നു. ഞാനാണ് വലുത്, ഞാനാണ്. അതിൻ്റെ ഇടയിൽ റിയാസിന്റെ വക, റിയാസ് പിന്നെ എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് റിയാസിന്റെ കുറച്ച് സ്റ്റോറീസ് കണ്ടു. പിന്നെ ഇതിനു ശേഷം അഖിൽ മാരാറിന്റെ സ്റ്റോറിയിൽ അഖിൽ മാരാറിന്റെ കണ്ട ഏത് സീസണിലെ ആരാ രാജാവ്, സാബു, റോബിൻ, രജിത് കുമാർ, പിന്നെ അഖിൽ മാരാർ. അപ്പൊ അതിങ്ങനെ വന്നിട്ട് ഇതൊക്കെ എന്താ അറിയോ, ഇത് ഒരു തരം ഇട്ട പോളുകളിൽ, അതായത് അതൊരു കോമൺ സാധനമാണ്. അതായത് ഒരു സീസണിൽ ഒരാൾ പൊങ്ങി നിൽക്കുമ്പോൾ പ്രീവിയസ് സീസണിലെ ആളുകൾക്ക് ആരും സപ്പോർട്ട് ചെയ്യും, വോട്ട് കൊടുക്കൂല. അത് ഈ ബിഗ് ബോസിന്റെ ഒരു പാറ്റേൺ ആണ്. ഞാൻ ഒരു കാര്യം പറയാലോ, ബിഗ് ബോസിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവരും ഒരു സീസൺ ഫോക്കസ്ഡ് ആയിട്ടാണ് അവരെന്ത് ചെയ്യുക. അല്ലെ, അങ്ങനെയല്ലേ വ്യൂവർഷിപ്പ് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ സീസൺ അവിടെ ഡ്രോപ്പ് ചെയ്യും. ഇതിന്റെ വ്യൂവേഴ്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ അവിടെ ഡ്രോപ്പ് ചെയ്യും. അവര് നെക്സ്റ്റ് താഴെ പോയിട്ട് അടുത്ത ആള് വരും. ഇതില്ലാതെ ഞാൻ കണ്ടത്, ഞാൻ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുകയാണ്, ഇതിൽ ഞാൻ കണ്ടത് സീസൺ 4 ഞാൻ വീണ്ടും എടുത്തെടുത്ത് ഞാൻ പറയും. സീസൺ 4ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സീസൺ 4ലെ കണ്ടസ്റ്റൻസിന് അകത്തും പുറത്തും ഒക്കെ സോഷ്യൽ മീഡിയ എങ്ങനെ കൃത്യമായിട്ടൊരു ഒരു ഫാൻ ഫൈറ്റിന് എങ്ങനെ ഉപയോഗിക്കാന്ന് അവർക്ക് അറിയാം. അവരത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അത് റോബിൻ ആണെങ്കിലും റിയാസ് ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അതിനകത്തുള്ള എല്ലാ, ഈവൻ ബ്ലസ്ലിന്റെ ബ്രദർ, എല്ലാവരും. റോബിനൊക്കെ അത്രയും ഹൈപ്പ് കിട്ടാനൊക്കെ കാരണം അത് എങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാന്നുള്ള അവര് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ വെച്ച് കളിച്ചതുകൊണ്ട് അവർ ആ സാധനം നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടാണ് സീസൺ 5ലേക്ക് കയറുന്നത്. സീസൺ 5 കയറിയപ്പോൾ നമ്മൾ കണ്ടത് ഏകദേശം ഒരു സീസൺ പകുതി ആയപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ ഒരുപോലെ പറയുന്നുണ്ടായിരുന്നു ആരാരാവും. കാരണം വേറെ ആർക്കും ഹൈപ്പില്ല അതിനകത്ത്. അതായത് ഒരു കൈൻഡ് ഓഫ് ഒറ്റാൾ പട്ടാളം പോയി, ബാക്കി എല്ലാവരും അതെ അങ്ങനെ തന്നെയായിരുന്നു പോയിരുന്നത്. അപ്പൊ അങ്ങനെ സിറ്റുവേഷനിൽ മാരാര് അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മാരാര് ജയിച്ചു, മാരാര് പുറത്തിറങ്ങുകയും ചെയ്തു. ഓക്കെ, പുറത്തിറങ്ങിയ ശേഷം എന്താ ഉണ്ടായത്? ഈ പറഞ്ഞ മാരാര് ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ, അല്ലാതെ എത്ര പേര് ആക്റ്റീവാണ്? അതെ, ഇപ്പൊ നമ്മളോട് ആ സീസണിൽ 10 പേരെ പേര് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുപോലും. മാരാര്, ജുനൈസ്, ശോഭ, പിന്നെ അനിയമിതിനും ആരും മറക്കൂല. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും. ഇത് ഇപ്പൊ ഞാൻ ആസ് എ ഓടി, ഞാൻ എല്ലാരെയും റെപ്രസെന്റ് ചെയ്തല്ല പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രേക്ഷകൻ ബിഗ് ബോസിന്റെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഏത് സീസണായിരുന്നു കുറച്ചും കൂടി ഒരു ഹൈപ്പുള്ള സാധനമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സീസൺ 4 പറയും. കാരണം അതിനകത്തുണ്ടായിരുന്ന ഒരു ടോക്സിസിറ്റി,
അത് ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു വലിയൊരു ക്രൗഡ് കൂടെ ഉണ്ട് ഇല്ലേ? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം പോലെ നമ്മളെ ആര്യ ആ സീസൺ, പക്ഷെ ആ സീസണിൽ ഇതില്ല, 24/7 ഇല്ല, അതിനൊരു OTT ഇല്ല. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു അടി കൂടുന്നത് ഇതിന്റെ വ്യൂവർഷിപ്പ് പറഞ്ഞിട്ടാണ്. ഒരു കോമൺ ലോജിക്കാണ്, ഈ സീസൺ തുടങ്ങിയ ഈ സീസണിന്റെ വ്യൂവർഷിപ്പ് ആവും കൂടുതൽ. അതങ്ങനെയാണ്, കാരണം OTT ആണ് ഇപ്പോൾ വ്യൂവർഷിപ്പിന്റെ ഒരു ബേസ് വാല്യൂ ആയിട്ട് എല്ലാവരും കണക്കാക്കി വെക്കുന്നത്. പഴയ പോലെ TV-ലൊന്നും ആരും അങ്ങനെ പരിപാടി കാണുന്നതായിട്ട് എനിക്ക് അറിയില്ല, ചാൻസ് ഇല്ല. വളരെ കുറവ്. എല്ലാവരും സ്മാർട്ട് TV സാധനമൊക്കെ വെച്ചിട്ട് എല്ലാവരും OTT സംഗതി. അപ്പോൾ ഒരു വ്യൂവർഷിപ്പ് ബേസിസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ എന്താണെങ്കിലും ഓരോ സീസൺ പോകുന്നതോറും ആ സീസണിലാവും എന്ത് കൂടുക, വ്യൂവർഷിപ്പും സംഗതികളൊക്കെ കൂടി പോവുക. അതൊരു കോമൺ ലോജിക്കാണ്. പിന്നെ ഇതിൻ്റെ ഒരു റവന്യൂ ബാക്ക്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇവർക്ക് തിരിച്ച് കിട്ടിയോ ഈ ടീമിന്, അതൊക്കെ ഇപ്പോൾ ആർക്കും അറിയാം? ഈ പറഞ്ഞ കണ്ടസ്റ്റൻസിന് അറിയോ? അല്ലെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല, നിങ്ങൾക്കറിയോ? നമുക്കറിയോ? ഇല്ല. അത് ആരെങ്കിലും പുറത്തു അറിയോ? ആർക്കും അറിയില്ല. പിന്നെ ഒരു മനുഷ്യന് അറിയില്ല. അതായത് ഒരു സീസൺ ഫിനാൻഷ്യലി ഫ്ലോപ്പ് ആണോ ഫിനാൻഷ്യലി സക്സസ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കണ്ടസ്റ്റൻസിന് എങ്ങനെ അറിയാം? എനിക്കറിയാൻ പാടില്ല. അതൊക്കെ ഒരു തോട്ടാണ്, അതായത് ചിലപ്പോൾ ഊഹിച്ചെടുക്കുന്നതായിരിക്കാം. ഓക്കെ, മാത്രമായിരിക്കും. അപ്പൊ അതെ, സീസൺ 1 മുതൽ സീസൺ 5 വരെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസിനോട് ചോദിച്ചാലും തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥ, ഞങ്ങളെ സീസൺ ഞങ്ങൾക്ക് വലുതെന്നേ പറയൂ. പിന്നെ അത് പറയേണ്ടത് ആരാണ്? നിങ്ങളല്ല, കണ്ടസ്റ്റൻസ് അല്ല അത് പറയേണ്ടത്. അത് പറയേണ്ടത് ഇവിടുത്തെ ഓഡിയൻസ് ആണ്. ഞങ്ങളൊക്കെ ഓഡിയൻസാണ് അല്ലേ, നമ്മളാണ് പറയേണ്ടത്. കാരണം നമ്മുടെ ഒരു മെജോറിറ്റിയാണ് നമ്മൾ പറയേണ്ടത്. അതന്നെ ഞാൻ പറയുന്നു. സീസൺ 6 തുടങ്ങി കഴിഞ്ഞാൽ സീസൺ 6 നല്ലതെന്ന് എല്ലാവരും പറയും. അതിനൊരു മാറ്റം പറഞ്ഞിട്ടുണ്ടാവും. സീസൺ 5 ആണ്. സീസൺ 5 എല്ലാരും ഏകദേശം ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ സീസണാണ്. സീസൺ 5 തുടക്കം മുതൽ ഒടുക്കം വരെ ഉറക്ക ഗുളിക തന്നെ. ഈ വീഡിയോ ചെയ്യുന്ന നമുക്ക് തന്നെ ഒന്നും പറയാണ്ടായിരുന്നില്ല കാര്യം. ഇതിന്റെ മറ്റേ എന്താ പറയാ, ആർമി വന്നോണ്ട്, കഥ വന്നോണ്ട്, സന വന്നോണ്ട് കുറച്ച് കേറിപ്പോയി. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു അടുത്ത സീസണിലുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അതായത് ഒന്നില്ലെങ്കിൽ ഇതിന്റെ അടുത്തൊരു പേര് അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ബിഗ് ബോസിന്റെ വീഡിയോസ് ഒക്കെ പൊട്ടി പൊളച്ച് വരാൻ തുടങ്ങി, സീസൺ വരുന്ന ഡേറ്റ് അനൗൺസ് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾ എന്തായി, പ്രീവിയസ് കണ്ടസ്റ്റൻസ് ഇതിനിടയിൽ ക്യാഷ് ഇൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ വന്നിട്ടുണ്ട്, ഒരാൾ പറഞ്ഞു ഞാൻ ഒന്ന് കുളത്തി പിടിക്കാം, ഞാൻ ജസ്റ്റ് അത്രേ ഉള്ളൂ, പൊലിപ്പിച്ച് ചേർത്ത് അത്രേ ഉള്ളൂ. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനായിരിക്കും? അടുത്ത വരുന്ന സീസണേ ആയിരിക്കും. സിമ്പിളാണ് കാര്യം. അല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്നിട്ട് തമ്മിൽ അടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ബിക്കോസ് യു ആർ ഡൺ ആൻഡ് ഡസ്റ്റഡ്. നിങ്ങളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടസ്റ്റന്റ് മറ്റേന്താ ചലഞ്ചറായിട്ട് അതിനകത്ത് കയറാനുള്ള ചാൻസസ് ഒക്കെ മേ ബി വരുമായിരിക്കും, അതൊന്നും നമുക്കറിയില്ല. ഇതിൽ ഞാൻ പറയാലോ, നിങ്ങൾ വലുതോ ചെറുതോ, നിങ്ങളാണോ അടിപൊളി, നിങ്ങളല്ലേ അടിപൊളി, ഇതൊക്കെ പറയേണ്ടത് ഇവിടുത്തെ ഓഡിയൻസ് മാത്രം. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ സെൽഫായിട്ട് വന്ന് പറയാൻ പറ്റും. അത് നിങ്ങളൊക്കെ ഒന്ന് സെൽഫായിട്ട് പറഞ്ഞു പോയിക്കോ. ഞങ്ങൾ നന്നായി കളിച്ചു പറയാൻ പറ്റുള്ളൂ. അതിപ്പോ മാരാർക്ക് ധൈര്യമായിട്ട് പറയാം, മാരാർക്ക് കപ്പടിച്ചോണ്ട് മാരാർക്ക് ധൈര്യമായിട്ട് പറയാം ഞാൻ വിന്നറാണ്, അത് മാരാർക്ക് പറയാം. അല്ലാതെ മറ്റേ സീസണായിട്ട് കമ്പയർ ചെയ്ത് ഞങ്ങളെ സീസൺ അടിപൊളിയാണ് ഇവർക്ക് എങ്ങനെയും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ ആ കേസിൽ നോക്കുമ്പോൾ എന്താ പറയുക, സീസൺ 1, 2 ഉള്ളവർ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ക്ലെയിം ചെയ്യുന്നില്ല അല്ലെ. സീസൺ 4 ശരിക്കും സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിരുന്നു. സീസൺ 5 സീസൺ 4 സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിരുന്നു. സോ സർട്ടൻ തിങ്സ് ആർ ദെയർ. അതായത് ഇതിന്റെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ബിഗ് ബോസിന്റെ വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പ വിളിക്കുന്ന വ്യൂവർഷിപ്പാണ് ഇതിൻ്റെ. അത്ര മതി. ഓക്കെ, അപ്പം ഇനി അടുത്ത സീസൺ വരുമ്പോൾ അടുത്ത ആൾക്കാർ, അടുത്ത എന്താ പറയുക, പുതിയ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മാറാത്ത ഒരു സാധനമുള്ളൂ, മോഹൻലാൽ. എന്താ മോനെ, മൂപ്പർക്ക് മാത്രമാണ് ഇതിലൊരു മാറ്റം വരാത്തത്. ഇനിയിപ്പോൾ മോഹൻലാൽ വന്നിട്ട് ലാലേട്ടൻ വന്ന് നാളെ പറയണേ നിങ്ങൾ ആരും ഇല്ലടേ ഞാനടേ മെയിൻ എന്ന് പറഞ്ഞാൽ കേട്ട് ഉണ്ടാറിയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒന്നുകൂടെ എനർജറ്റിക് ആയി. അപ്പൊ അത്രേ ഉള്ളൂ സംഗതി. അപ്പൊ ഈ അടികളും പിടികളും പ്രശ്നങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ, ഡെഡായി കിടക്കുകയാണ് പല ഗ്രൂപ്പുകളും. BB ഗ്രൂപ്പുകളൊക്കെ ഡെഡായി കിടക്കുകയാണ്. അത് ഡെഡാവാൻ കാരണം തുറന്നു പറയാ സീസൺ 5 ആണ്. ഒന്നും പറയാനില്ല, കാരണം സീസൺ 5 ഒരു അടിയും പിടിയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞൊല്ലൊന്നും. പക്ഷെ സീസൺ 4 അപ്പളും അടിച്ചിരുന്നു, അപ്പളും നല്ലായിരുന്നു ഇതിനകത്ത്. ഒരിഞ്ഞടി സീസൺ 5 ഇടയിലും അടി. അതെ, അപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്നത് ഈ അടിയും പിടിയും വലിയും സാധനങ്ങളൊക്കെയാണ്. അല്ല ഈ ഡെഡായി കിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്ന ഒരു സാധനം കാണണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മെജോറിറ്റി 90% അത് സീസണിനെ പറ്റ ഡൗൺ ആക്കി വ്യൂവേഴ്സിനും കാണാനുള്ള താല്പര്യം ഇല്ലാതാക്കി കഴിഞ്ഞ സീസൺ. അപ്പോ ഇതാണ് ബിഗ് ബോസ് എന്താ പറയാ
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, കാരണം ഇനി ഒരു സീസൺ തുടങ്ങട്ടെ എന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ പിന്നെ അതാണ്, ഒരു സീസൺ തുടങ്ങിയിട്ട് സംസാരിച്ചാൽ മതി അതിനെക്കുറിച്ച്. അതിന് മുന്നേ ഇങ്ങനൊരു സാധനം വന്നതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാരെ ഇത് പറയാൻ കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട്, ഇത് പറയുമെന്ന് പറഞ്ഞിട്ട്. ഇത്രയുടെ പറയാൻ അതന്നെ ആയാൽ ഫ്യൂവൽ ആയാൽ. കാരണം ഞാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു എന്താ പറയുക ഫ്യൂവൽ കിട്ടാൻ മാത്രം. കാരണം ഇവർ ഇങ്ങോട്ട് അടിക്കണേ, പരസ്പരം അങ്ങോട്ട് വിടും. ഇനി അടിച്ചടിച്ച് നിങ്ങൾ ഇതിനിടയിൽ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ഈ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ പറ്റ കയ്യിൽ നിന്ന് പോയാൽ അത് ഷോനെ വേറെ രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി എല്ലാവരും പുറത്ത്.